ഹലോ ഗൈസ്, മഴ തോരും മുമ്പേ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് ബാലചന്ദ്രനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോരാൻ പോകുകട്ടെ. അപ്പോൾ ഹോസ്പിറ്റലിൽ ബില്ലൊക്കെ അടക്കാൻ വേണ്ട സമയത്ത് നമ്മുടെ മനുവും നമ്മുടെ വൈജയന്തിയുമായിരിക്കും നമ്മുടെ ബാലചന്ദ്രനൊപ്പം ഉണ്ടാകുന്നത്. അപ്പോൾ വൈജയന്തി മുറിയിൽ കയറി നമ്മുടെ ബാലചന്ദ്രനൊപ്പം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ എല്ലാം പറയുന്നതും ബില്ലൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നത് പറയുന്നത് നമ്മുടെ മനുവിൻ്റെ അടുത്താട്ടോ. അപ്പോൾ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, ഇത് കുറേ ദിവസമായാലോ തുടങ്ങിയിട്ട്, എന്നെ കാണാൻ വേണ്ട, എന്നോടൊരക്ഷരം മിണ്ടേം വേണ്ടല്ലേ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വൈജയന്തി കുറേ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിന്നെ എനിക്ക് കാണണ്ട, നീയുമായിട്ട് ഇനി എനിക്കൊരു യാതൊരു ബന്ധവുമില്ല എന്നും പറഞ്ഞ് നമ്മുടെ വൈജയന്തിൻ്റെ അടുത്ത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. പിന്നീട് ഇവരെല്ലാവരും കൂടെ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വെച്ചും നമ്മുടെ ബാലചന്ദ്രൻ പറയുകയാണ്, ഇനി ഞാൻ ഈ കട്ടിലായിരിക്കും കിടക്കുന്നത്, നീ താഴെയായിരിക്കും കിടക്കുന്നത്, ഇനി ഈ വീട് ഞാൻ ഭരിക്കോടി, നിനക്കും എനിക്കും ഇടയിൽ ഞാനൊരു എന്താ പറയുക അതിർത്തി വരച്ചു കഴിഞ്ഞു, ആ അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് വന്നാൽ പിന്നെ ഞാൻ നിന്നെ വെച്ചേക്കില്ലടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വൈജയന്തിക്കെതിരെ നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുവാണേ. ഒരു രക്ഷയിലാട്ടോ നമ്മുടെ ബാലചന്ദ്രൻ. അപ്പോൾ ഇതൊക്കെ കണ്ട് ദേഷ്യം സഹിക്കാനാവാതെ നമ്മുടെ വൈജയന്തി അലീനയുടെ അടുത്ത് വന്ന്, നീ ഒരു ഒറ്റ ഒരുത്തി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അലീനയുടെ കാരണത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ബാലചന്ദ്രൻ ഈ ഒരു രംഗങ്ങൾ കാണുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ? ഏറ്റവും ലാസ്റ്റ് നമ്മുടെ അലീന ഒന്നും സഹിക്കാൻ വയ്യാതെ നമ്മുടെ അലീന എന്തൊക്കെയോ നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ട്. അത് അവിടുത്തെ ഡയലോഗ് കാണിക്കുന്നില്ല, ജസ്റ്റ് രംഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൈ ചൂണ്ടി എന്തൊക്കെയോ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ വൈജയന്തി ആകപ്പാടെ കിളിപോയ രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നതല്ലേ? ആ ഒരു കഥാഗതി വൻ മൂർച്ചയിൽ നിൽക്കുന്നൊരു നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ മഴതോര് മുമ്പിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് എന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.